കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകുന്നില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴി തെറ്റിപ്പോകാത്ത 99നെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഒരു സൂചന എസെക്കിയേൽ പ്രവാചകന് ദൈവം നൽകിയത് ആദ്യ വായനയിൽ നമുക്ക് കാണാൻ പറ്റും. അതിപ്രകാരമായിരുന്നു: ഒരു ദൈവത്തെ ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്തേഫാനോസ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മർക്കടമുഷ്ടിക്കാരെ, നിങ്ങൾ ദൈവത്തെ നിന്ദിക്കുകയും ദൈവത്തെ എതിർക്കുകയും ചെയ്യുന്നു. ദൈവമക്കളായി മാറുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തോടൊരു കാരണവശാലും മറുതലിക്കരുത്. അത് നമ്മുടെ ചിന്തയിലാണേലും സംസാരത്തിലാണേലും ദൈവത്തോട് മറുതലിക്കാതിരിക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമതൊരു കാര്യം, പ്രഭാഷകൻ 39 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ യഥാകാലം അതിൻ്റെ അർത്ഥം ദൈവം വെളിപ്പെടുത്തി തരും എന്നാണ് ആ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടത് ഉപദേശകരെ അല്ല, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവരെയാണ്. ദൈവത്തിൻ്റെ അനന്തജ്ഞാനം വെച്ച് നോക്കുമ്പോൾ നമ്മളാരാണ് ദൈവത്തെ ഉപദേശിക്കാൻ? പറയുന്നുണ്ട്, ദൈവത്തെ ഉപദേശിക്കാൻ പോകാതെ ചിലങ്ങനെ ഈ കൗൺസിലിംഗ് ഒന്നും ദൈവത്തിന് കൊടുക്കുന്നില്ലായിരിക്കും, എന്നാലും ഇതന്നെ ഈ ദൈവം കാണിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ ഉപദേശിക്കുന്നവരായിട്ട് മാറുകയാണ്. അതിൻ്റെ ആവശ്യമില്ലെന്ന്. ദൈവം അനുവദിക്കുന്നത് സന്തോഷത്തോടെ എടുത്ത് അതിന് വിധേയപ്പെട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നവരുടെ ജീവിതത്തിലാണ് അനുഗ്രഹം വർഷിക്കപ്പെടുക. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ളൊരു കാര്യം എസെക്കിയേൽ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, വാ തുറന്നു, വായിലേക്കൊരു ചുരുൾ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. നമ്മളൊക്കെ ബൈബിൾ വായിക്കാറുള്ളത് വായിച്ചെന്ന് വരുത്താൻ വേണ്ടിയാണോ അതോ വയറ് നിറയാൻ വേണ്ടിയാണോ? വയറ് നിറയാൻ വേണ്ടി നമ്മൾ ഭക്ഷിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും ഒരു കുഞ്ഞ് പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു വചനമോ എടുത്ത് മതി, ആവശ്യത്തിന് ഞാൻ ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകേണ്ടവരല്ല. ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക എന്നുള്ള ആ ഒരു നിർദ്ദേശമാണ് എസെക്കിയേൽ പ്രവാചകന് ദൈവം കൊടുത്തത്. ഇനി അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രവാചകനോട് ദൈവം ചോദിച്ചു, എങ്ങനെയുണ്ട്? മറുപടി നമ്മൾ കേട്ടതാ, തേൻ പോലെ മധുരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം തേൻ പോലെ മധുരിക്കുന്നു. മറ്റ് പല ഭക്ഷണ പദാർത്ഥങ്ങളും വേണമല്ലോ, ബട്ടർ സ്കോച്ച്, ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങുമോ? അതേ ആൾക്കാർ വേണേ ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം ഉറങ്ങിപ്പോയെന്ന് വരും. എന്ന് പറഞ്ഞാൽ ചില ഐറ്റംസിനോട് നമുക്ക് താല്പര്യമുണ്ട്,
അത് നമ്മൾ നല്ല താല്പര്യപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും. മറ്റു ചിലതിനോട് വലിയ താല്പര്യമില്ല. ബൈബിള് കയ്യിലെടുത്ത അധികം താമസിയാതെ ഉറക്കം വന്നിട്ട് ബൈബിളും താഴെ പോകുന്ന അവസ്ഥകളുള്ള വ്യക്തികളുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാവും. ദൈവവചനം എങ്ങനെ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബൈബിൾ വായിക്കുന്നതിലും വചനം ധ്യാനിക്കുന്നതിലും വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കുന്നതിലുമൊക്കെ നമുക്കൊരു താല്പര്യവും ശ്രദ്ധയും ഉണ്ടാകണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് നമ്മളെ തന്നെ പരിപോഷിപ്പിക്കാൻ സാധിച്ചാലാണ് മറ്റുള്ളവർക്ക് ആ ഒരു ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ പറ്റുക. നമ്മൾ ആരോഗ്യമുള്ളവരാണെങ്കിലാണ് നമുക്ക് ആരോഗ്യത്തോടെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക. പറയുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായിക്കുന്ന കാര്യത്തിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലൊക്കെ വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫലപ്രദമായ ശുശ്രൂഷകൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഈ വചനഭാഗം നമുക്ക് തരുന്ന വലിയ സന്ദേശം. സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, ചിലർ എന്ന് ആരാണ് ദൈവരാജ്യത്തിൽ വലിയവൻ? കർത്താവെ, നിൻ്റെ കണ്ണുകളിൽ ആരാണ് വലുത്? ഞങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നിൻ്റെ നാമത്തിൽ ചെയ്തിട്ടുള്ളത്? അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഒരു ശിശുവിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടി നടന്നുള്ള പ്രവർത്തനമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവത്തോടൊട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദൈവം കൂടുതൽ വിലമതിക്കുന്നത്. നമുക്കൊക്കെ ഇഷ്ടം ഓടണതും നിരന്തരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം, കാരണം അത് ഇച്ചിരി കൂടെ കളർഫുള്ളാണ്. ഇനി അതിൽ കണ്ടിട്ട് പലരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞേക്കാം, പ്രശംസ നമുക്ക് കിട്ടിയേക്കാം, അംഗീകാരം നമുക്ക് കിട്ടിയേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ശുദ്ധ നിയോഗം ബലി കഴിക്കുന്നതാണ് ശുദ്ധ മണ്ടത്തരം. ശുദ്ധ നിയോഗം, ഏത് കാര്യം ചെയ്താലും ശുദ്ധ നിയോഗത്തോടു കൂടി ചെയ്യണം. പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ, അതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി അതെല്ലാം ബലി കഴിച്ചുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലുള്ള അംഗീകാരമോ പ്രശസ്തിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നീ നിന്നെ തന്നെ വലിയവനാക്കാൻ നോക്കിയാൽ നീ ചെറിയവനായി പോകത്തേ ഉള്ളൂ. നീ ചെറിയവനാകാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തുന്നത്, വലിയവനാക്കുന്നത്. ലൂക്കാ 5-ാം അധ്യായം 15-16 വചനങ്ങൾ എടുത്താൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ഒരിക്കൽ പോലും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. ഇനി ഞാൻ നിന്നെ പ്രശസ്തനാക്കാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന വ്യക്തികൾ, തളർവാദ രോഗി, അവൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ വരാം, ഞാൻ നിൻ്റെ കൂടെ വരാം. കർത്താവ് അനുവദിച്ചില്ല. പക്ഷെ നമ്മൾ കാണുകയാണ്, ഈ പ്രശസ്തി ഉണ്ടാകാമായിരുന്നൊരു സാഹചര്യത്തിൽ കർത്താവ് അവിടുന്ന് പിന്മാറി വിജനസ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചിരുന്നു. ഈ യേശു ലോകപ്രശസ്തനായി മാറി. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെക്കാൾ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവിൽ വിശ്വാസം അർപ്പിക്കണം. അങ്ങനെ ദൈവത്തെ നമ്മുടെ മുമ്പിൽ നിർത്തണം. ശുദ്ധ നിയോഗം ഒരിക്കലും നമ്മൾ ബലി കഴിക്കരുത്. പൗലോസ്ലീഹായും പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, നീ എന്ത് ചെയ്യുമ്പോഴും അത് ഭക്ഷിക്കുന്നതോ പാനം ചെയ്യുന്നതോ മറ്റെന്തോ ആകട്ടെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം. ദൈവമഹത്വത്തിന് വേണ്ടി. 1 കൊരിന്ത്യർ 10:31 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം അതാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും. ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും. ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യും. കർത്താവ് ആ ഒരു ബോധ്യം നൽകി അപ്രകാരം ജീവിക്കുവാൻ വേണ്ട അഭിഷേകം ഈ ബലിയിൽ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമെന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.